കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ അനുസ്മരണം മഹാസ്മൃതി 2025 കിടങ്ങൂരിൽ നടത്തപ്പെട്ടു. കത്തോലിക്ക സഭയെ യശസ്സിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തിയ 3 പതിറ്റാണ്ടോളം ആചാര്യ ശുശ്രൂഷ സ്ഥാനത്ത് പ്രശോഭിച്ച കേരളത്തിൽ നിന്നുള്ള പ്രഥമ കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ 38ാം ചരമവാർഷിക ദിനമായിരുന്നു 2025 ഫെബ്രുവരി 20. 2025 ഫെബ്രുവരി 23 ഞായറാഴ്ച പിതാവിന്റെ ജന്മനാടായ കിടങ്ങൂർ ഈ മഹാവ്യക്തിത്വത്തെ അനുസ്മരിക്കുവാനും മാധ്യസ്ഥം തേടുവാനുമായി കിടങ്ങൂർ ഉണ്ണിമിശിഹാ പള്ളിയിൽ ഒത്തുകൂടി. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ നിന്നുള്ള അനേകം വിശ്വാസികൾ അനുസ്മരണ ദിവ്യബലിക്കും തുടർന്ന് നടന്ന സമ്മേളനത്തിനും എത്തിച്ചേർന്നു. കിടങ്ങൂർ ഉണ്ണിമിശിഹാ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനായിരുന്നത് ജേക്കബ് പുതുശ്ശേരി അച്ഛനായിരുന്നു. റവറന്റ് ഫാദർ പോൾ മൂഞ്ഞേലി വചനവിചിന്തനം നടത്തി. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ഒപ്പീസ് പ്രാർത്ഥനയ്ക്ക് റവറന്റ് ഫാദർ പോൾ കല്ലൂക്കാരൻ നേതൃത്വം നൽകി. തുടർന്ന് അനുസ്മരണ സമ്മേളനം ഇൻഫന്റ് ജീസസ് ഹാളിൽ നടത്തപ്പെട്ടു. ശ്രീ ബെറ്റി ജോസഫ് കൂട്ടായ്മയ്ക്ക് സ്വാഗതം നേർന്നു. കിടങ്ങൂർ ഉണ്ണിമിശിഹാ പള്ളി വികാരി റവറന്റ് ഫാദർ വർഗീസ് ചേരപ്പറമ്പിൽ സമ്മേളനത്തിന്റെ ആമുഖ സന്ദേശം നൽകി. റവറന്റ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് മഹാസ്മൃതി 2025 സമ്മേളനം പാറേക്കാട്ടിൽ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അനുസ്മരിച്ചുകൊണ്ട് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. അങ്കമാലി ഫൊറോന വികാരി വെരി റവറന്റ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അഭിമന്യ പാറേക്കാട്ടിൽ പിതാവുമായുള്ള തന്റെ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ചു. യുവ പ്രതിനിധി എന്ന നിലയിൽ ഡോക്ടർ ഐവിൻ ജോസഫ് ബെന്നി പാറേക്കാട്ടിൽ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. റവറന്റ് ഫാദർ പോൾ പാറേക്കാട്ടിൽ, ശ്രീ ഡേവിസ് പുല്ലൻ, റവറന്റ് സിസ്റ്റർ എമിൽ ജോസ് എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ നേർന്നു. മഹാസ്മൃതി 2025 കൂട്ടായ്മയ്ക്ക് ശ്രീമതി മോളി ജോണി നന്ദി പ്രകാശിപ്പിച്ചു. ശേഷം സ്നേഹവിരുന്നും കലാപരിപാടികളും നടത്തപ്പെട്ടു. പ്രസ്തുത കൂട്ടായ്മയിൽ 1800ഓളം വരുന്ന അതിരൂപത വിശ്വാസികൾ പങ്കെടുത്തു.